വെൽക്കം. ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെന്റിൽ മുമ്പ് ഹാഫ് ആഡർ ഫുൾ ആഡർ സർക്യൂട്ടുകളെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു. ഇത്തവണ പാരലൽ ആഡറിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ 7483 എന്ന 16 പിൻ IC ചിപ്പാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ VCC പിൻ നമ്പർ 5-ലും ഗ്രൗണ്ട് പിൻ നമ്പർ 12-ലുമാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ലാസ്റ്റ് പിന്നുകളൊന്നും അല്ല VCC ഗ്രൗണ്ട് വരുന്ന ഇടയ്ക്ക് വരുന്ന പിന്നുകളാണ്. ഇവിടെ നമുക്ക് ഇൻപുട്ട് ഫീഡ് ചെയ്യുന്നതാണ് ഈ സൈഡിലെ പിൻസ്, ലെഫ്റ്റ് സൈഡിലെ പിൻസ് ഒക്കെ കാണിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നത് റൈറ്റ് സൈഡിലെ പിന്നുകളാണ്. ഇതിൽ രണ്ട് തരത്തിൽ ഇൻപുട്ട് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് B സീരീസിലുള്ള B4, B3, B2, B1 കാണാം. അതേപോലെ A സീരീസിൽ A4, A3, A2, A1 കാണാം. ഇതാണ് രണ്ട് സെറ്റ് 4 ബിറ്റ് ആഡർ ആണ്. അപ്പോൾ രണ്ട് 4 ബിറ്റ് ഇൻപുട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിലൊരു C0 എന്ന് പറയുന്ന ഒരു ക്യാരി ഇൻപുട്ട് കൂടി ഇതിലുണ്ട്. ഇത് നമുക്ക് ആഡർ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് 0 ആയിട്ട് സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കണം. ഒന്നുകിൽ ലോജിക് സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് ലോ പൊസിഷനിലാക്കാം, അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് നിർത്താവുന്നതാണ്. ഔട്ട്പുട്ട് സം ഔട്ട്പുട്ട് എടുക്കുന്നതാണ് S1 to S4 പിൻസ്. ക്യാരി വരുന്ന മുറയ്ക്ക് C4-ലായിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് ഇതിൻ്റെ പിൻ അറേഞ്ച്മെന്റ് കാണുന്നത്. 7483 4 ബിറ്റ് ഫുൾ ആഡറിന്റെ ഡാറ്റ ഷീറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. IC ചിപ്പ് 16 പിൻ IC ആണ് ഉള്ളത്. 16 പിൻ ഡിപ്പ് പാക്കേജ് ആണ്. 4 ബിറ്റ് ഫുൾ ആഡറിന്റെ കണക്ഷൻസ് അറേഞ്ച്മെന്റ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൽ A ഇൻപുട്ടും B ഇൻപുട്ടും C0 ഇൻപുട്ടും അതേപോലെ S ഔട്ട്പുട്ട്, C4 ഔട്ട്പുട്ട് ഒക്കെ ഉണ്ട്. കൂടാതെ ഇവിടെ കണക്ഷൻ ഉപയോഗിക്കാതെ കാണിച്ചിരിക്കുന്നത് പിൻ നമ്പർ 5-ഉം 12-ഉം ആണ്. അത് നേരത്തെ പറഞ്ഞു, VCC ഗ്രൗണ്ട് പോയിന്റുകളാണത്. 7483 4 ബിറ്റ് ഫുൾ ആഡറിന്റെ പിൻ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിൻ നമ്പർ 5 പോസിറ്റീവ് സപ്ലൈ ആയിട്ടുള്ള VCC-യും 12 ഗ്രൗണ്ട് പോയിന്റും ആണെന്നത് അതിൻ്റെ ഡീറ്റെയിൽസിൽ. ഇവിടെ ഡിജിറ്റൽ ട്രെയിനറിൽ പാരലൽ ബൈനറി ആഡറിന്റെ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. 7483 എന്ന IC ചിപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രണ്ട് പാർട്ടില് സ്വിച്ചുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടൽ 4+4 8 ലോജിക് സ്വിച്ചസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻപുട്ടായിട്ട്. ഇത് A4, A3, A2, A1 പാർട്ടായിട്ടും ഇത് B4, B3, B2, B1 പാർട്ടായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ 4 കണക്ഷൻസ്, ഈ 4 LED-യിലേക്ക് സമ്മിന് വേണ്ടിയിട്ടും അഞ്ചാമത്തത് ക്യാരിക്ക് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ ഔട്ട്പുട്ടുകൾ. ഇപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു 4 എക്സാമ്പിൾസ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അറേഞ്ച്മെന്റ് ഇതാണ് ചെയ്തിരിക്കുന്നത്. A4, A3, A2, A1 പ്ലസ് B4, B3, B2, B1 എന്ന ബിറ്റ്സ് സം ചെയ്ത് കഴിഞ്ഞാൽ ക്യാരി S4, S3, S2, S1 എന്ന ഔട്ട്പുട്ടാണ് ഉണ്ടാവുന്നത്. രണ്ട് എക്സാമ്പിളിൽ ക്യാരി 0 ആയിട്ടും 2 എക്സാമ്പിൾ ക്യാരി 1 ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ 4 എക്സാമ്പിളിൻ്റെ ഓരോന്നും നമുക്ക് കിറ്റിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഈ കണ്ടീഷനിൽ ഇപ്പോൾ എല്ലാം 0 0 0 0 കണ്ടീഷനാണ്. ഔട്ട്പുട്ട് 0 0 0 0 കണ്ടീഷനാണ്. ക്യാരിയും 0 ആണ്. ഇതാണ് ഈ ഫസ്റ്റ് കണ്ടീഷൻ വരുന്നത്. ഡെസിമൽ ഈക്വലന്റും 0 + 0 = 0 എന്നുള്ളതായിരിക്കും വരിക. സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് നോക്കാം. കിറ്റിന്റെ A പാർട്ട് 1 0 0 1 ആയിട്ട് സെറ്റ് ചെയ്തു. സെക്കൻഡ് പാർട്ട് B 0 0 1 1 ആയിട്ട് സെറ്റ് ചെയ്തു. ഇത് 0 0 1 1-ഉം ഇവിടെ 1 0 0 1-ഉം ആണ് ചെയ്തിരിക്കുന്നത്. ഔട്ട്പുട്ട് വരുമ്പോൾ ഇൻക്ലൂഡിങ് ക്യാരി 0 1 1 0 0 എന്ന് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ക്യാരി 0 ആണ്. 1 1 0 0 എന്ന കണ്ടീഷനാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ 9 + 3 = 12 എന്ന കണ്ടീഷനാണ് ഇവിടെ വെരിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി തേർഡ് കണ്ടീഷൻ നോക്കാം. 1 1 0 1 എന്നാണ് A പാർട്ട് സെറ്റ് ചെയ്യേണ്ടത്. B പാർട്ട് 0 1 0 1 എന്നാണ് സെറ്റ് ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് 1 0 0 1 0 എന്നാണ് ഇൻക്ലൂഡിങ് ക്യാരി. ഇവിടെ ശ്രദ്ധിക്കുക, 1 0 0 1 0 എന്ന് പറഞ്ഞാൽ 13 + 5 = 18 എന്ന കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. ഇനി ലാസ്റ്റ് പാർട്ടും കൂടെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇവിടെ
രണ്ട് പാർട്ടും 1 എന്നുള്ള കണ്ടീഷനാണ്, എല്ലാം ഹൈ ആയിരിക്കുന്ന കണ്ടീഷനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ മാക്സിമം കണ്ടീഷനാണ് ഇത്. ഈ ഒരു അറേഞ്ച്മെന്റിലാണ് ഈ രണ്ട് സ്വിച്ചുകളും ചെയ്ത് വെക്കാൻ പറ്റും. ഔട്ട്പുട്ട് ഇൻക്ലൂഡിങ് ക്യാരി 1 എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 15 + 15 = 30 എന്ന കണ്ടീഷനാണ് വരുന്നത്. ഇവിടെ ഔട്ട്പുട്ട് ശ്രദ്ധിക്കുക, 1 ഇതാണ് ഈ കണ്ടീഷനിൽ ഇതിൽ കാണുന്നത്. ഇവിടെ ഇപ്പം 4 കണ്ടീഷൻ മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഈ കിറ്റിൽ ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യാവുന്ന, എന്ന് പറഞ്ഞാൽ 0 to 1 ഉള്ള എല്ലാ കണ്ടീഷനിലും ഈ സ്വിച്ച് വർക്ക് ചെയ്യിക്കുക. എന്ന് പറഞ്ഞാൽ 0 + 0 = 0 മുതൽ 15 + 15 = 30 വരെയുള്ള എല്ലാ കണ്ടീഷനും ഇതിൽ വെരിഫൈ ആവുന്നതാണ്. അപ്പോൾ ഇതിന്റെ 4 സാമ്പിൾസ് എടുത്തിട്ട് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്തു എന്നുള്ളതാണ് ഉള്ളത്. ഈ 7483യുടെ 13th പിന്നിനെ 0 എന്ന കണ്ടീഷനിലേക്ക് വെച്ചുകൊണ്ടാണ് ആഡർ സർക്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇത് ഒരു മോഡ് സെലക്ഷൻ കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണിത്. ഇതിനെ ഒരു സ്വിച്ചിൽ ഒന്നുകിൽ ഹൈ ലെവലിലേക്കോ അല്ലെങ്കിൽ VCCയിലേക്കോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് നമുക്കൊരു കോംപ്ലിമെന്റ് അഡീഷൻ ഉപയോഗിക്കാവുന്നതാണ്. കോംപ്ലിമെന്റ് അഡീഷൻ ഉപയോഗിക്കുമ്പം ഈ സർക്യൂട്ടിനെ നമുക്ക് സബ്ട്രാക്ടർ ആക്കി മാറ്റാവുന്നതാണ്. അതിന്റെ വർക്കിംഗ് നമുക്ക് അടുത്തൊരു സർക്യൂട്ടിൽ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.